എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും ബിഗിനേഴ്സിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു പെർഫെക്റ്റ് മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള നൂലും വലുപ്പമുള്ള ഹുക്കും എടുക്കാൻ നോക്കുക. നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊക്കെ വരുമ്പം പിന്നെ ഒരിക്കലും നൂല് ഇങ്ങനെ അതിൻ്റെ കവർ മാറ്റിയിട്ട് വലിച്ചെടുക്കാൻ നോക്കരുത്. അത് നമുക്ക് ടൈം കൺസ്യൂം ചെയ്യുന്നൊരു കാര്യമാണ്. അതിൻ്റെ അകത്തുനിന്നൊരു ത്രെഡ് പുറത്തോട്ട് കിടപ്പുണ്ടാവും, അത് വലിച്ചെടുക്കുക. അപ്പം നമുക്കിതിങ്ങനെ കറങ്ങി മറിഞ്ഞും താഴോട്ട് വീണ്ടും ഒന്നും പോകാതെ നമുക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഒരു കുഞ്ഞു ട്രിക്കാണത്. ഈസി ആയിട്ട് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി നമുക്ക് മാജിക് റിങ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ഈ ആണെടുത്ത് ജസ്റ്റ് ഒന്ന് എക്സ് ആകൃതിയിൽ നമ്മുടെ കയ്യിൽ 2 വിരൽ ചേർത്ത് വെച്ച് അതിൻ്റെ അടുത്ത് എക്സ് ആകൃതിയിൽ ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു 2 വിരലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്യാപ്പ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നീഡിലിടാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടാവും. ഇനി ആദ്യം ചുറ്റിയ ത്രെഡിൻ്റെ അടിയിലൂടെ ഹുക്ക് എടുത്ത് മേളത്തെ ത്രെഡ് വലിച്ചെടുത്ത് ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യുക. യാൺ ഓവർ ചെയ്തൊരു ചെയിൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്കൊരു റിങ് പോലെ കിട്ടി. അത് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ അതായിപ്പോൾ മറ്റേ വർക്കിംഗ് ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. എക്സ് ആകൃതിയിൽ കയ്യിൽ ചുറ്റിയെടുക്കുക. താഴത്തെ ആദ്യം ചുറ്റിയ ത്രെഡിൻ്റെ അടിയിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് മേളത്തെ ത്രെഡിനെ വലിച്ചെടുത്ത് യാൺ ഓവർ ചെയ്തൊരു ചെയിൻ ഇടുക. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ നമ്മുടെ ത്രെഡ് വലിച്ചാൽ ആ സർക്കിൾ ചെറുതായി ടൈറ്റായി വരും. എന്നാൽ ഹുക്ക് എടുത്തിട്ട് വർക്കിംഗ് ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ അഴിഞ്ഞു പോവുകയും ചെയ്യും. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ അകത്ത് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്. ഒരു 2-3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് നമ്മളത് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ ലുക്കെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ എത്ര ചെയിൻ ഇട്ട് അതിനെ കണക്ട് ചെയ്ത് ചെയ്താലും നമുക്കൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. സോ മാജിക് സർക്കിളിൽ തുടങ്ങേണ്ടത് മാജിക് സർക്കിളിൽ തന്നെ തുടങ്ങണം. അതാണ് പെർഫെക്റ്റ്. ഇപ്പം നമ്മളിതിൽ കുറച്ചധികം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. അത് ഡബിൾ ക്രോഷയോ സിംഗിൾ ക്രോഷയോ ഏത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വേണ്ടതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ ത്രെഡ് വലിച്ചതിനെ ടൈറ്റ് ചെയ്യാം. ഇനി നമുക്കതൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ സർക്കിളിനെ വലിച്ച് ക്ലോസ് ചെയ്തു. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ഹോള് പോലും ഇല്ലാതെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഒരു ഹാഫ് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലോട്ട് ഈ ലാസ്റ്റ് സ്റ്റിച്ചിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിലൂടെ ഒന്ന് വലിച്ചെടുക്കുന്നു. ഇപ്പം നമുക്കൊരു സർക്കിളായിട്ടത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സർക്കിളിനെ വലുതാക്കാൻ